എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാണ്. രാവിലെ തന്നെ ജിൻഡോ ഒരുമ്പട്ടിറങ്ങിയിരിക്കുകയാണ്. റസ്മിനുമായിട്ടാണ് രാവിലെ തന്നെ ഫൈറ്റ്. ഇന്നലെ പിന്നെ ഫ്ലോറിൽ മുട്ടേൻ്റെ തോടൊക്കെ പൊടിച്ചിട്ടായിരുന്നല്ലോ കിച്ചണിൽ നിന്നുള്ള വേസ്റ്റൊക്കെ. അപ്പോൾ ജിൻഡോ രാവിലെ തന്നെ റസ്മിന് അതിന് പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പം ജിൻഡോ പറയാണ്, നീ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി നശിപ്പിച്ചു, ഇവിടെയൊക്കെ മുട്ട വെതറിയിട്ടു, ചീഞ്ഞ മുട്ടേൻ്റെ തോട് വെതറിയിട്ടു, അതുകൊണ്ട് നിനക്ക് പണിഷ്മെൻറ്റ് ഇട്ട് നീ പോയി പണിഷ്മെൻറ്റ് ചെയ്യാൻ പറയുന്നു. റസ്മിൻ ആയതുകൊണ്ട് അവിടെ ആരും പണിഷ്മെൻറ്റ് ചെയ്തില്ലെങ്കിലൊന്നും പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് റസ്മിൻ പണിഷ്മെൻ്റ് ഒന്നും ചെയ്യാതെ ജിൻഡോൻ്റെ നേരെ ഇങ്ങനെ എന്താ പറയുക വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നീ പോയി നിൻ്റെ പണിഷ്മെൻറ്റ് ചെയ്യടി എന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ ചെയ്യൂലടാ, എടി പൊടി എന്നൊക്കെ നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതിയടാ എന്ന് പറയുമ്പോഴത്തേക്കിന് നീ പോയി നിൻ്റെ വീട്ടിൽ വിളിയടി എന്നൊക്കെ അവിടുന്ന് ജിൻഡോയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് താക്കോല് ജിൻഡോ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ താക്കോല് റസ്മിനൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ റസ്മിൻ, താക്കോല് താടോ ഇവിടെ കിച്ചണിൽ പണിയുണ്ട്, തരുന്നില്ലടി, കഴിഞ്ഞ ഒരാഴ്ച നിൻ്റെ കയ്യിലല്ലായിരുന്നോ, ഇനി ഒരാഴ്ച ഞാൻ വെച്ചുകൊണ്ടിരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ താക്കോല് തരുന്നില്ല എന്നും പറഞ്ഞ് ജിൻഡോ ഒരു രക്ഷയില്ല. രാവിലെ തന്നെ വൻ സീൻ. റസ്മിനും ജിൻഡോയും വഴക്കിട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് റസ്മിൻ ജിൻഡോനെ അയ്യോടെ വാവേ, അയ്യോടെ തക്കിട് വാവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഈ അയ്യോടെ കുണുവാവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതായിരുന്നു. അപ്പോൾ ജിൻഡോ അടുക്കളയെന്ന് പറയുന്നുണ്ട്, ഈ പിന്നെ കുഞ്ഞു പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, പിന്നെ ഗെയിം കളിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് മോർണിംഗ് ആക്ടിവിറ്റിയിൽ സെയിം തന്നെയാണ് മോർണിംഗ് ആക്ടിവിറ്റിയും വന്നത്. നിങ്ങളിൽ കുട്ടിക്കളി മാറാത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരുടെ പക്വതയുടെ അടിസ്ഥാനത്തിൽ ഏത് ക്ലാസ്സിലാണ് അവർ പഠിക്കേണ്ടതെന്നുള്ളത് ഓരോരുത്തരും വന്ന് പറയുക, 3 പേരുടെ പേരും പറയണമെന്ന് പറയുന്നു. സത്യം പറയാമല്ലോ, മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജിൻഡോ പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ജിൻഡോ ഇടയ്ക്ക് പാടുന്നൊരു പാട്ടുണ്ടല്ലോ, ഞാൻ അറിഞ്ഞിട്ടാടുകയാണ് ഈ ജീവിതവേഷം എന്ന്. സത്യമായിട്ടും ജിൻഡോ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ ഓരോന്നും ചെയ്യുന്നത്. വീട്ടുകാരിൽ ഒരാൾക്ക് പോലും ജിൻഡോൻ്റെ ഗെയിം മനസ്സിലാവുന്നില്ല, അവർ കറക്റ്റായിട്ട് അതിൽ വീഴുന്നുമുണ്ട്. ഇപ്പോൾ ജിൻഡോ ഒറ്റയ്ക്കും ബാക്കിയുള്ളവരൊക്കെ മറുസൈഡിലും എന്നുള്ളൊരു രീതിയായി. അത് ജിൻഡോ സ്വയം അങ്ങനെ ആക്കിയെടുത്തതാണ്. അവിടെ ആർക്കും അത് മനസ്സിലാവുന്നുമില്ല. ഇവർ തിരിച്ച് ജിൻഡോനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്കും ആക്കിയെടുത്തു. അപ്പോൾ പ്രേക്ഷകരിത് കാണുമ്പോഴത്തേക്കിനും എന്താ, ഇതിൽ ശരിക്കും ജിൻഡോൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെങ്ങനെ എടുക്കുക എന്നറിയോ, ജിൻഡോ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉള്ളവർ 10 തെറ്റ് ചെയ്യും. അപ്പം പ്രേക്ഷകരെന്താ പറയുക, ജിൻഡോ ചെയ്തത് തെറ്റാണ്, പക്ഷേ അവരെന്താ ചെയ്തത്, ആ ഒരു പക്ഷേ അവിടെ വരുത്തും. കാരണം ഇവർക്ക് കറക്റ്റായിട്ട് ഈ ജിൻഡോ ചെയ്യുന്ന ജിൻഡോൻ്റെ ഗെയിമിനെ വെട്ടി പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു കാര്യമില്ലാതെയാണ് ഗബ്രി ചെന്നിട്ട് ജിൻഡോനെ ചെറ്റാന്ന് വിളിച്ചത്. ചെറ്റാന്ന് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ജിൻഡോ തിരിച്ച് ഗബ്രിയുടെ അച്ഛനും വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഗബ്രി എന്താ ചെയ്തത്, ഗബ്രി പിന്നെയും ജിൻഡോനെതിരെ അനാവശ്യമായിട്ട് ഈ വിക്ടിം കാർഡ് ഇറക്കിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗബ്രി ജിൻഡോൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന കാണുമ്പോഴത്തേക്കിനും നമുക്ക് ജിൻഡോനെ സപ്പോർട്ട് ചെയ്യാനേ തോന്നത്തുള്ളൂ. ഗബ്രിയുടെ അടുത്ത് ദേഷ്യം തോന്നും. ഗബ്രിക്ക് അവിടെ പുറത്തുള്ള ആൾക്കാരെ മനസ്സിലാക്കി ഗെയിം കളിക്കാൻ അറിയത്തില്ല. ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജിൻഡോ വന്ന് ഗബ്രീനെ കുറിച്ച് പറഞ്ഞതും അതാണ്. നിനക്കെല്ലാം അറിയാം, നീ മാസ്റ്റർ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വന്നതാണ്, പക്ഷേ നിനക്കിവിടെ കളിക്കുക, ഇവിടെ കിടന്നീയുള്ള കളി മാത്രമേ നിനക്കറിയത്തുള്ളൂ, ഇത് പുറത്തേക്ക് എങ്ങനെ കളിക്കുമെന്ന് നിനക്കറിയത്തില്ല, അത് നീ പോയിട്ട് ആശാട്ടിൻ്റെ അടുത്തുനിന്ന് അത് പഠിച്ചിട്ട് വരാൻ. അപ്പം അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങുകയാണ്. നിങ്ങൾക്കിടയിലുള്ള കുട്ടിത്തം മാറാത്ത കുറേ പിള്ളേരുണ്ട്, അവരുടെ പക്വതയുടെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ക്ലാസ്സിലേക്കാണ് എന്നുള്ളത് പറയുക, 3 ആൾക്കാരുടെ പേര് പറയുക. ഇതാണ് മോർണിംഗ് ആക്ടിവിറ്റി. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് പറയുകയാണ്. ആദ്യം ഗബ്രിയാണ് വരുന്നത്. ഗബ്രി എമിനെയാണ് പറയണത്, നമ്മുടെ ഇടയിൽ യങ് ആയിട്ടുള്ള എപ്പോഴും കുട്ടികളെ പോലെ പിന്നെ ചാടി പ്രായത്തിനെയൊന്നും മാനിക്കാതെ ഇങ്ങനെ ചാടി ഒക്കെ കളിച്ച് നടക്കുന്നത് യമുനയാണ്. അപ്പോൾ യമുനേനെ 2nd സ്റ്റാൻഡേർഡിലേക്കാണ് വിടുന്നത്. ഋഷീനെ 7ാം ക്ലാസ്സിലേക്കാണ് വിടുന്നത്. കാരണം ഇപ്പം ഋഷിക്ക് എന്താ ഡാൻസ് കളിക്കാൻ അറിയാം, ഇനി ഭരതനാട്യമൊക്കെ പഠിക്കാൻ തുടങ്ങുന്നത് 7ാം ക്ലാസ് മുതലാണ്. അപ്പോൾ അതുകൊണ്ട് 7ാം ക്ലാസ്സിലേക്ക് ചേർക്കുന്നു എന്ന്. അതിനിടയ്ക്ക് ഗബ്രി ജിൻഡോനെ പറ്റി പറയുന്നുണ്ട്, സ്കൂളിൽ ചേർക്കാൻ പ്രായമായിട്ടില്ല, അതേപോലെയാണ് സ്വഭാവം, അതുകൊണ്ട് അത് പറയുന്നില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്സരേനെ പറ്റി പറയുന്നുണ്ട്. അപ്സര നല്ല പക്വതയോടുകൂടി പെരുമാറുന്നത് കൊണ്ട് 10th ചേർക്കുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജാസ്മിനാണ് വന്നത്. ജാസ്മിൻ ആദ്യം ഗബ്രീനെ 4ാം ക്ലാസ്സിലേക്ക് ചേർക്കുന്നു. കാരണം നിങ്ങൾ ആരും കാണാത്ത വേറൊരു ഗബ്രിയുണ്ട്, കുട്ടിത്തം, പിണക്കം, വാശിപിടുത്തം, പിന്നെ ആര് പറഞ്ഞാലും കേൾക്കില്ല, അങ്ങനത്തെ കുറച്ച് സ്വഭാവം ഉള്ളതുകൊണ്ട് ഗബ്രീനെ 4ാം ക്ലാസ്സിലേക്ക്. പിന്നെ നോറ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കരയും, അതുകൊണ്ട് LKGയിലേക്ക്. ഋഷിയുടെ പേര് പറഞ്ഞാൽ തന്നെ ഋഷിയും പിണങ്ങും, അതുകൊണ്ട് ഋഷീനെ ഒരു 5ാം ക്ലാസ്സിലേക്ക് ഇന്ന്. അത് കഴിഞ്ഞിട്ട് യമുന വന്നിട്ട് ജാനുവിനെ 1ാം ക്ലാസ്സിലേക്ക്, കുട്ടിക്കളി മാറാത്തതുകൊണ്ട് 1ാം ക്ലാസ്സിലേക്ക്, നോറേനെ LKGയിലേക്ക് വിടുന്നു. എപ്പോഴും കരച്ചിലായതുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ജിൻഡോ കുറച്ചും കൂടി ബുദ്ധി ഉപയോഗിച്ച് പിന്നെ കാര്യങ്ങൾ എന്താ പറയുക അറിഞ്ഞ്
പെരുമാറാൻ വേണ്ടിയിട്ട് UKGയിലേക്ക് ജിൻഡോനെ വിടുന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീരേഖയാണ് വരുന്നത്. ശ്രീരേഖ പറയുന്നത് യമുനേനെയാണ്. യമുനയ്ക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സാണ്, എല്ലാം ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടാണ് എടുക്കുന്നത്, എപ്പോഴും ചെറുപ്പം ആയിരിക്കുന്ന പോലെയാണ് പിന്നെ പെരുമാറുന്നത്. അതുകൊണ്ട് യമുനേനെ 2ാം ക്ലാസ്സിലേക്ക്. അത് കഴിഞ്ഞിട്ട് ജിൻഡോൻ്റെ പേരാണ് പറയണത്. ജിൻഡോനെ സ്കൂളിൽ ചേർക്കാൻ പ്രായമായിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല, അംഗനവാടിയിൽ വിടാം ജിൻഡോനെ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ജാൻമണീനെയാണ്. ജാൻമണി ചില സമയത്ത് മെച്ചുവേർഡായിട്ട് സംസാരിക്കും, പക്ഷെ കൂടുതൽ സമയം പിണങ്ങി കുഞ്ഞു പിള്ളേരെ പോലെ ഇരിക്കുന്നത് കൊണ്ട് LKGയിലേക്ക് ചേർക്കുന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ജാൻമണി വന്നിട്ട് അർജുൻ്റെ പേര് പറയുന്നു. ജാൻമണി പറയുന്നത് അർജുന് ഹൈറ്റ് ഉണ്ടെങ്കിലും 4ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള പക്വതയുള്ളൂ, അതുകൊണ്ട് അർജുന 4ാം ക്ലാസ്സിലേക്ക്. പിന്നെ ഗബ്രി എപ്പോഴും ചെറിയ കുട്ടിയാണ്, എത്രാം ക്ലാസ്സിലേക്ക് ചേർക്കുന്നതെന്നുള്ളത് ശരിക്കും എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് ജാൻമണി ശ്രീധുവിനെ പറയുന്നു. ശ്രീധു വളരെ ഇന്നസെൻ്റ് ആണ്, അതുകൊണ്ട് 4ാം ക്ലാസ്സിലേക്ക്. അത് കഴിഞ്ഞാണ് ജിൻഡോ വരികയാണ്. ജിൻഡോ ആദ്യം തന്നെ ഗബ്രി മാസ്റ്റർ ഡിഗ്രിയൊക്കെ പഠിച്ച ആളാണ്, നല്ല പക്വതയോടുകൂടി നമുക്കറിയാമല്ലോ, കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയിട്ടൊക്കെ പറഞ്ഞു തരാനായിട്ടും മനസ്സിലാക്കിച്ച് തരാനൊക്കെ അറിയാവുന്ന ഒരാളാണ്. പക്ഷേ ഗബ്രീനെ ആശാട്ടിൻ്റെ അടുത്ത് വിടണം. കാരണം ഈ പഠിച്ച കാര്യങ്ങൾ ഏത് വേയിലാണ് കളിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇവിടെ കിടന്ന് കളിച്ചാൽ മാത്രം പോരാ, ഇത് പുറത്തേക്കും എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഗബ്രീനെ ആശാട്ടിൻ്റെ അടുത്തേക്ക് വിടുകയാണ് എന്ന്. സത്യം പറഞ്ഞാൽ ഞാനത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞെട്ടിപ്പോയി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ, ഇയാൾ ഇതെന്താണ്, ഇതിങ്ങനെ അഭിനയിക്കുന്നതാണോ, ഇയാൾ ശരിക്കും ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് ഈ ജിൻഡോൻ്റെ കാര്യത്തിൽ പലതിലും ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പുള്ളി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വേഷം കെട്ടുന്നതെന്ന്. ഇതേപോലെ തന്നെയായിരുന്നു അന്ന് നോമിനേഷൻ്റെ സമയത്തും ജിൻഡോ ഒരു കാര്യം പറഞ്ഞത്. ജാസ്മിൻ്റെയും ഗബ്രീൻ്റെയും പേര് നോമിനേറ്റ് ചെയ്തിട്ട് ജിൻഡോ പറഞ്ഞത്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ നിന്നാൽ മതിയെന്നായിരിക്കും പ്രേക്ഷകർ ചിന്തിക്കുന്നത്, അതാരായിരിക്കുമെന്ന് അറിയട്ടെ എന്ന്. അപ്പോൾ ജിൻഡോയ്ക്ക് അവിടെ മാത്രമല്ല, പ്രേക്ഷകരെയും കറക്റ്റായിട്ട് മനസ്സിലാക്കി അവരുടെ പൾസും കൂടി അറിഞ്ഞിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് ഇന്നത്തെ ഒരു വർത്തമാനവും കൂടെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ജിൻഡോ റസ്മിൻ്റെ പേരാണ് പറയുന്നത്. റസ്മിനെ LKGയിൽ ചേർക്കാം, കുട്ടികളുടെ സംസാരമാണ്, ഇടയ്ക്ക് 1ലോ 2ലോ മറ്റോ ഇരുത്തിയാലും കുഴപ്പമില്ലാന്ന്. അത് കഴിഞ്ഞിട്ട് അർജുൻ്റെ പേര് പറയുന്നു. അർജുന് പവർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയില്ല, അതുകൊണ്ടൊരു 8ാം ക്ലാസ്സിലേക്ക് ചേർക്കുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് അർജുനാണ് വരുന്നത്. അർജുൻ ആദ്യം നോറേൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ നോറ എന്തോ കുറേ പഠിച്ചിട്ടുണ്ട്, 8ലും 9ലും ഒക്കെ നന്നായിട്ട് പഠിച്ച കാര്യം ഇപ്പോഴും വെച്ചിട്ട് കളിക്കുന്നുണ്ട്, പക്ഷെ അത് ശരിയാണോ, ഞാൻ പഠിച്ചതൊക്കെ ശരിയാണോ എന്നുള്ള സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജിൻഡോൻ്റെ പേര്. ജിൻഡോ 9ലേക്കാണ്, 9ൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ശരീരത്തെക്കുറിച്ചും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജിൻഡോ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ പഠിച്ചാലേ ജിൻഡോൻ്റെ ഭാവി തലമുറയ്ക്ക് നല്ലൊരു വ്യക്തിത്വം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീരേഖേനെ പറയുന്നു അർജുൻ 1ാം ക്ലാസ്സിൽ. പിന്നെ പെട്ടെന്ന് ടെൻഷനാവും, എല്ലാ കാര്യത്തിലും ഓവർ ടെൻഷനാണ്, അതുകൊണ്ട് ശ്രീരേഖ ചേച്ചീനെ. അടുത്തത് റസ്മിനാണ് വരുന്നത്. റസ്മിൻ വന്ന ഉടനെ ജിൻഡോൻ്റെ അടുത്ത് തക്കിടുവാവേ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്നുണ്ട്. ഇച്ചിരി വെറുപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് റസ്മിൻ. അത് കഴിഞ്ഞിട്ട് ജിൻഡോൻ്റെ ഇത് പറയുന്നത് ജിൻഡോനെ LKGയിലേക്കാണ് വിടുന്നത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പരാതിയാണ്, അതുകൊണ്ട് ജിൻഡോനെ LKGയിലേക്ക്. പിന്നെ അപ്സര +1 വിടുന്നത്. കാരണം അപ്സര എല്ലാം നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് വന്നത്. അപ്പോൾ പഠിച്ച് വലിയൊരു നിലയിലെത്താനുള്ളൊരു കഴിവുണ്ട്, അതുകൊണ്ട് അപ്സരേനെ +1. പിന്നെ ഗബ്രീനെ 5ാം ക്ലാസ്സിലേക്ക്. ഗബ്രിക്ക് വേറൊരു മുഖമുണ്ട്, ഭയങ്കര ഇമ്മച്വേർഡ് ആയിട്ടുള്ള മുഖമാണ്, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വാശി, ഭയങ്കര പൊസസീവ്നെസ്, ദേഷ്യമൊക്കെ ഉള്ളൊരു ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് 5ാം ക്ലാസ്സിലേക്ക് ഇന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ നോറ വരുന്നുണ്ട്. അപ്പോൾ നോറ പറയുന്നത് അപ്സരേനെയും അൻസിബേനെയും റസ്മിനെയാണ്. 3 പേരും ഭയങ്കര മെച്ചുവേർഡാണ്. അപ്പോൾ +2ലേക്കാണ് ഇവരെ 3 പേരെയും വിടുന്നത്. അവർക്കറിയാം അടുത്ത ഡിസിഷൻ എടുക്കാനുള്ള കഴിവൊക്കെ അവർക്കുണ്ട് എന്ന് പറയുന്നു. പിന്നെ അപ്സരയാണ് വരുന്നത്. അപ്സര വന്നിട്ട് ജിൻഡോനെയാണ് ആദ്യം പറയുന്നത്. LKG മുതൽ പഠിച്ചു തുടങ്ങണം, കൃത്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ പഠിച്ചാണ് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ചെറിയ പിള്ളേരെ പോലെയാണ്, സ്വന്തമായിട്ട് തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ കരയും, പിന്നെ തെറ്റ് ചെയ്തത് ഇങ്ങനെ പിന്നെ വാശി പിടിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് ജിൻഡോനെ LKGയിലേക്ക്. അത് കഴിഞ്ഞിട്ട് ജാൻമണീനെയാണ് പറയുന്നത്. ഭയങ്കര വാശിയാണ്, ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും, പെട്ടെന്ന് നമ്മൾ സമാധാനിപ്പിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിനായിരിക്കും പൊട്ടുന്നത്. പിന്നെ രാവിലെ മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ട് ജാൻമണീനെ 5ാം ക്ലാസ്സിലേക്ക്.
പിന്നെ ഗബ്രീനെ 1-ാം ക്ലാസ്സിലേക്ക്. കാരണം ഇങ്ങനെ വഴക്കിട്ടിട്ട് പോയിട്ട് കട്ടിലേൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ വഴക്കിട്ട ആൾ വരുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നോക്കി ചെന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുട്ടികളെ പോലെ ഇങ്ങനെ പോയി കിടക്കും. അതുകൊണ്ട് ഗബ്രി. പിന്നെ ശരണ്യ വന്നിട്ട് പിന്നെ എന്താ നുണ പറയരുത് എന്ന് ചെറുപ്പത്തിലേ പഠിപ്പിച്ചതാണ്. പക്ഷെ നുണ പറയുന്നത് കൊണ്ട് ജിൻഡോനെ 1-ാം ക്ലാസ്സിൽ, പിന്നെ ഗബ്രീനെ 4-ാം ക്ലാസ്സിലേക്ക്. വർത്തമാനം കുറച്ച് കൂടുതലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീധുവിനെ പറ്റി എന്താണ് പറയുന്നതെന്ന് അറിയില്ല. അപ്പോൾ ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ശ്രീധു ക്യൂട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ശരണ്യ അതിന് കൃത്യമായിട്ടുള്ള റീസൺ പറയൂ, പക്വതയുടെ അടിസ്ഥാനത്തിലാണ് പിന്നെ വിലയിരുത്തേണ്ടത്, അങ്ങനെ പറയുമെന്ന് പറഞ്ഞു. അപ്പം ശ്രീധു പിന്നെയും പറയുന്നുണ്ട് ശ്രീധു ഭയങ്കര ക്യൂട്ടാണ്, സ്ലാങ് കേൾക്കാൻ നല്ല രസമാണ്. പിന്നെ ഋഷിയാണ് വരുന്നത്. ഋഷി ആദ്യം ജാസ്മിനെയാണ് പറയുന്നത്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും പ്രായം കുറവ് പിന്നെ ജാസ്മിനാണ്. പക്ഷേ സംസാരം ഏറ്റവും കൂടുതൽ ജാസ്മിൻ ആയതുകൊണ്ട് ജാസ്മിനെ +2-ന്. നോറ ചെറിയ കാര്യങ്ങൾക്ക് കരയും, അതുകൊണ്ട് 3-ാം ക്ലാസ്സിലേക്ക്. ജിൻഡോ ഡയറക്റ്റ് പിന്നെ LKG-യിലേക്ക്. ഈ ചില സമയത്ത് ഇന്നസെൻ്റ് ആണ്, പക്ഷേ ചില സമയത്ത് ഒന്ന് കൊടുക്കാനും തോന്നും. അതുകൊണ്ട് അൻസിബ വന്നിട്ട് ജിൻഡോൻ്റെ പേര് പറയുന്നുണ്ട്. ജിൻഡോനെ പറ്റി പറയുന്നത് ചൊല്ലിക്കൊട് നുള്ളിക്കൊട് തള്ളിക്കളാന്നാണ്. പക്ഷേ നമുക്ക് തള്ളിക്കളയണ്ട, ഇപ്പം ചെറുതായിട്ടൊന്ന് പിന്നെ നുള്ളിക്കൊടുത്ത് പറഞ്ഞു കൊടുത്താൽ മതിയെന്ന്. പിന്നെ അൻസിബ പറയുന്നത് ജാൻമണീനെയാണ്. ജാൻമണീനെ 4-ാം ക്ലാസ്സിലേക്ക്. പൊസസീവ്നെസ് കണ്ടുപിടിച്ചത് ജാൻമണിയാണ്. ജാൻമണിക്ക് ഇഷ്ടമുള്ളവരോട് വേറുള്ളവർ മിണ്ടുന്നത് ഇഷ്ടമല്ല, എല്ലാം എൻ്റെ എന്നുള്ള ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ജാൻമണീനെ 4-ാം ക്ലാസ്സിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ യമുന ചേച്ചീനെയാണ്. പിന്നെ യമുന ചേച്ചി ആദ്യം വിചാരിച്ചിരുന്നത് പ്രീ സ്കൂളിൽ ചേർക്കണമെന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് യഥാർത്ഥ യമുന ചേച്ചീനെ കണ്ടപ്പോഴത്തേക്കിനും ഭയങ്കര മെച്യൂർഡ് ആണെന്ന് മനസ്സിലായതുകൊണ്ട് യമുന ചേച്ചീനെ +2-ലേക്ക് ചേർക്കുമെന്ന്. അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായിട്ട് പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.